കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പന് ഉദയാസ്തമന പൂജ ഉണ്ടായിരുന്നു. എല്ലാ പൂജകളും ഉച്ചപൂജയും കളഭാലങ്കാരും എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. ഏ കുഞ്ഞു കാലുമില്ലത് ആ പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. കസവിന്റെ പട്ടും ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട് പാളസാർ പോലെ. ഭംഗിയുടെ അരയിലേക്ക് ഇങ്ങനെ കാണാനുണ്ട്. കഴുത്തിന് നല്ല ഭംഗിയുള്ള ഒരു മുല്ലമുട്ടുമാല, ഒരു മാങ്ങാമാല, പിന്നെ ഒരു പതക്കം, കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാല. ആകെ സർവാഭരണ വിഭൂഷിതനായിട്ടാണ്. കൈവളകള് തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ചതുർബാഹുവായിട്ടാണ്, 4 കൈകളോട് കൂടി ശംഖചക്രകഥാപത്മത്തോടു കൂടി നാരായണനായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചേർത്തിട്ടുണ്ട്. തിളങ്ങണ ശ്രീലകത്തേക്ക് നോക്കി അത്ര രസമായിട്ട്. അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടു കൂടി ഒരേ ഒരു പൊന്നുണ്ണി ഗുരുവായൂരപ്പൻ ദേവകിക്കും വസുദേവർക്കും കാണിച്ചു കൊടുക്കുന്ന അതേ രൂപത്തിനകത്തൊന്നും കണ്ടാൽ അത്ര രസമായിട്ട്. അത്ര ചെറിയൊരു ഉണ്ണി എന്നാൽ ചതുർബാഹുവായിട്ട് അങ്ങനെ ഞങ്ങളുടെ ശംഖചക്രകഥാപത്മത്തോടു കൂടി നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. ശംഖും ചക്രം സ്വർണത്തിന് കൊടുത്തിട്ടുണ്ട്. ഗത ചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കുന്നത്. പത്മം ഒരു താമരപ്പൂ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടുകൂടി പൊന്നു ഗുരുവായൂരപ്പൻ ചെറിയൊരു ഉണ്ണി ഗുരുവായൂരപ്പനായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെ ശംഖചക്രകഥാപത്മത്തോടുകൂടി ശ്രീലകത്ത് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ നാരായണനായിട്ട് നിൽക്കുകയാണ് നല്ല കൗതുകത്തിൽ. ചെവിയിൽ ചെവിപ്പൂക്കൾ, നെറ്റിവിൻ്റെ സ്വർണ്ണഗോപി, നല്ല മന്ദഹാസത്തോടുകൂടി എല്ലാവരും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ആ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. അത്ര ഭംഗിയായിട്ടാണ് ചാർത്തിരിക്കുന്നത്. പൊന്നുകിരീടം ചാർത്തിയിട്ടുണ്ട്. പൊന്നുകിരീടത്തിൻ്റെ മുകളിൽ ആ തെച്ചിയും തുളസിയായിട്ടൊരു തിരുമുടിമാല, വെളുത്ത പൂവും തുളസിയായിട്ടൊരു തിരുമുടിമാല. കഴുത്തിൽ നല്ല ഭംഗിയുള്ള 2 ഉണ്ടമാലകൾ, തെച്ചി ധാരാളമായിട്ട് തുളസിപ്പോൾ കുറേശ്ശെ ഇടയിലായിട്ട് അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു വനമാല. മറ്റതെങ്ങനെയാ വെച്ചാൽ താമര, തുളസി, തെച്ചി അങ്ങനെയായിട്ടൊരു ഉണ്ടമാല. പിന്നെ 2 ഉണ്ടമാലയും 2 തിരുമുടിമാലയാണ് ചാർത്തിരിക്കുന്നത്. പിന്നെ ഗുരുവായൂർ ശംഖചക്രകഥാപത്മത്തോടുകൂടി എല്ലാവരും അനുഗ്രഹിക്കാൻ നിൽക്കണം. കണ്ടാൽ തന്നെ നല്ല ഭംഗിയാണ്. ശ്രീലകത്തേക്ക് നോക്കി തിലകങ്ങളും എല്ലാം അങ്ങനെ തിളങ്ങാണ് ആ നെയ്വളക്കിൻ്റെ ശോഭയിൽ. ആ മഹാപ്രഭു നാരായണൻ നമ്മളെ അനുഗ്രഹിക്കാൻ തയ്യാറും കൊണ്ട് പുഞ്ചിരി തൂക്കിയും കൊണ്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഗുരുവായൂരപ്പ ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട്. തെച്ചിയും തുളസിയായിട്ട് 2 എണ്ണം, വെളുത്ത പൂവും തുളസിയായിട്ട് 1 എണ്ണം, പിന്നെ താമരയും തുളസിയായിട്ട് 2 എണ്ണം, കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ട് 2 എണ്ണം, 5-6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയിട്ടുണ്ട്. ശ്രീലകത്ത് നോക്കിയാൽ ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ പ്രഭ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ ശംഖചക്രകഥാപത്മത്തോടു കൂടി നാരായണനായിട്ടാണ് നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് ചാർത്തിയത് കാണാൻ. ഒരു ഉണ്ണി ഗുരുവായൂരപ്പനായിട്ട് നല്ല കൗതുകത്തിൽ നിറയെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ നാരായണ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി. അനാഥനാണച്യുത ഞാൻ പദാബ്ജം വെടിഞ്ഞു മറ്റാശ്രയമില്ലതെങ്കിൽ എനിക്കൊരറ്റത്തു ചുരുണ്ടുകൊണ്ടു കിടക്കുവാൻ സമ്മതമേകിടേണേ. മേലാൽ എനിക്കെന്നുടെ ഭാരമൊന്നും സാധിക്കയില്ല വകയൊക്കെ നിർത്തി ഞാൻ എന്നെ നിൻ കാലടിയിൽ കിടത്തി വല്ലേടവും പോയിടുമെൻ്റെ പാട്ടിൽ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ ശംഖചക്രകഥാപത്മത്തോടു കൂടി എല്ലാവരും അനുഗ്രഹിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദത്തിൽ അങ്ങോട്ട് വീണ് നമസ്കരിക്കുക. എല്ലാ ഭാരങ്ങളും ഇറക്കി ആ തൃപ്പാദം മുറുകെ പിടിച്ച് മനസ്സിലുള്ള ഇതൊക്കെ കണ്ണീരായി ഒഴുക്കി ആ തൃപ്പാദം കഴുകി ആ തൃപ്പാദം മുറുകെ പിടിച്ച് ആ തിരുമുഖത്തേക്ക് നോക്കുക. എല്ലാ അനുഗ്രഹത്തോടും കൂടി തയ്യാറായി നിൽക്കണം ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ അനുഗ്രഹത്തിന് തയ്യാറായിട്ട് ആ വീണ് നമസ്കരിക്കുക തന്നെ. ആ തിരുമുഖം നോക്കുക, എന്തൊരു കൗതുകാറിയോ, നല്ല പുഞ്ചിരിയോട് കൂടി നിനക്ക് ഞാനുണ്ട് എന്നുള്ള ഭാവത്തിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. ആ ഗുരുവായൂരപ്പൻ മാത്രമേ നമുക്ക് ആശ്രയമുള്ളൂ കേട്ടോ. അല്ലാതെ ലോകത്തൊന്നും നമുക്ക് ശാശ്വതമല്ല. ആ പൊന്നു ഗുരുവായൂരപ്പൻ്റെ തൃപ്പാദം മാത്രമാണ് നമുക്ക് ശരണം. ആ ഉറപ്പോടുകൂടി ആ തൃപ്പാദം 2 മുറുകെ പിടിച്ചിട്ട് ആ തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. ഈ സങ്കടക്കടലിൽ നിന്നും വിഷമത്തിൽ നിന്നൊക്കെ ഞങ്ങൾ കരയേറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആ തൃപ്പാദം പിടിച്ച് ഉറക്ക നാമം ജപിക്കല്ലേ. കണ്ണൻ നമ്മളെ കൈവിടില്ല കേട്ടോ.
കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട്. നാരായണ 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 ഹരേ ഹരേ.